നമസ്കാരം. കടമില്ലാത്ത ജീവിതം പലരുടെയും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് കടം? നമ്മളിൽ പലരും ചെയ്യണത് നിലവിലുള്ള കടത്തിനെ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കടമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വ്യക്തിയിൽ നിന്ന് വാങ്ങിയിട്ട് ഈ കടം വീട്ടുകയും ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വേറൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയിട്ട് ഈ കടം വീട്ടുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫറിങ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ കടം ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്കുള്ള ട്രാൻസ്ഫറാണ് സാധാരണക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിലെങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് കടം എങ്ങനെ ഒഴിവാക്കാം, കടത്തിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളോട് മാത്രം സത്യസന്ധരായിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യണത് നമ്മുടെ വീടിനടുത്തുള്ള വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിളായിട്ട് ഒരു വീട് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട വീട് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് പേരെന്തെങ്കിലുമൊക്കെ കാണിക്കണം, വീടുണ്ടാക്കിയപ്പോൾ കാണിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചേറെ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. വണ്ടി മേടിക്കുമ്പോഴായാലും നമ്മൾ പ്രീമിയം കാറുകളിലൊക്കെ നമ്മുടെ നിലവിൽ ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ആദ്യമായിട്ട് കടം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പെന്ന് പറയണത് അവനവനോട് മാത്രം സത്യസന്ധത, അവനവൻ്റെ മനസാക്ഷിയോട് മാത്രം സത്യസന്ധത കാണിച്ചുകൊണ്ട് പർച്ചേസിങ് ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക. അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകൾ അല്ലെങ്കിൽ വീടെടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യുക. ഇനി നിലവിലുള്ള കടം അതെങ്ങനെ ഒഴിവാക്കാം? അതായത് കടം വരാതിരിക്കുക എന്നുള്ളതല്ല, നിലവിൽ നമുക്ക് കുറച്ച് കടമുണ്ട്, ആ കടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ആ കടത്തിൻ്റെ കണക്കെടുക്കുക എന്നാണ് പറയുക. അതായത് നമ്മൾ പേഴ്സണലായിട്ട് വാങ്ങുന്ന കടവും, അതായത് വ്യക്തികളിൽ നിന്ന് കടം വാങ്ങുന്ന കടവും, അതുപോലെ തന്നെ ബാങ്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കടവും നമ്മൾ ടോട്ടലായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു തെറ്റാണ്, വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം രൂപ കടമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് 50 ലക്ഷം രൂപ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഏറ്റവും രഹസ്യങ്ങൾ പറയുന്ന ആൾക്കാരോട് പോലും പറയുന്നത് എന്താ, 50 ലക്ഷം കടമുണ്ടെന്നാണ്. പക്ഷേ അത് 50 ലക്ഷം അല്ല കടം. 50 ലക്ഷം കടം എടുത്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ അവിടെ കടത്തിൻ്റെ ടോട്ടൽ കണക്ക് വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ പലിശ അടക്കമുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് അടക്കമുള്ള കണക്കാണ് നമ്മൾ പറയുന്നതെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ലോൺ എടുത്ത വ്യക്തി ചിലപ്പോൾ ഒരു കോടിയുടെ അല്ലെങ്കിൽ ഒരു 1.25 കോടിയുടെ കണക്ക് തിരിച്ച് പറയേണ്ടി വരും. കാരണം തിരിച്ചടവ് ഏകദേശം 1.25 കോടിയോളം ആയിരിക്കും. സോ മനസ്സിലാക്കുക, നമ്മുടെ കടം ആദ്യം എഴുതി വെക്കുമ്പോൾ എഴുതേണ്ടത് ടോട്ടൽ എമൗണ്ട്, അതായത് നമ്മൾ തിരിച്ചടക്കേണ്ട ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഒരിക്കലും വാങ്ങിയ തുക കടമായിട്ട് എഴുതരുത്, ടോട്ടലുള്ള കണക്കായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഇനി ഈ എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കടങ്ങളുണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് വാങ്ങിയ കടമായിരിക്കാം, അല്ലെങ്കിൽ ഏതാണോ പെട്ടെന്ന് ചെറിയൊരു കടം, ആ കടം നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കടങ്ങൾ ഒരുമിച്ച് അങ്ങ് തീർക്കുക. ചിലപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കടങ്ങൾ നമ്മൾ നീട്ടി വെക്കുന്നുണ്ടാവാം. സോ നമ്പർ ഓഫ് കടങ്ങൾ എത്രയുണ്ടോ ആ എമൗണ്ട് ടോട്ടൽ നമ്പറുകൾ കുറക്കാൻ മാക്സിമം നോക്കുക. 1-2 കടത്തിലേക്ക് അല്ലെങ്കിൽ 1-2 കടത്തിലുള്ള ഒരു കണക്ക് മാത്രം നമുക്ക് ഭാവിയിലേക്ക് സൂക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. ഇനി അതുപോലെ ഏറ്റവും പ്രധാനമാണ് EMI. ഒരു കാരണവശാലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. കാരണം EMI തെറ്റുമ്പോൾ പല പ്രശ്നങ്ങൾ വരാനുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് EMIൻ്റെ അടക്കാത്തത് മുഖാന്തരം, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാത്തത് മുഖാന്തരം വരുന്ന ഇൻട്രസ്റ്റാണ്, എക്സ്ട്രാ ഇൻട്രസ്റ്റാണ്. അത് കോമ്പൗണ്ടിങ് എന്ന കണക്കിലാണ് നമ്മൾ കൂട്ടുന്നുണ്ടാവുക. അതായത് കൂട്ടുപലിശയായിട്ടാണ് നമ്മുടെ പലപ്പോഴും EMI വരുന്നുണ്ടാവുക. EMIയുടെ അടവ് തെറ്റിയാൽ വരുന്നുണ്ടാവുക. അവിടെ നമ്മുടെ 10 വർഷം നമ്മൾ ടേം 10 വർഷം എടുത്ത അല്ലെങ്കിൽ 10 വർഷത്തെ കാലാവധിയിലുള്ള ലോണുകളൊക്കെ 11, 12, 13 വർഷങ്ങളിലൊക്കെ നീണ്ടുപോകാൻ ഈ EMI തെറ്റുന്നത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ടാവും. സോ EMI കറക്റ്റായിട്ടുള്ള റീപേയ്മെൻറ്റ് ഓൺ ടൈം നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് EMI ഒക്കെ അടച്ച് നമ്മൾ ഒരുവിധം കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പല ഫാമിലിയും അടുത്തൊരു കടക്കണിയിലേക്ക് വരുന്നത്. അത് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലാണ്. അതായത് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വീണ്ടും ഒരു കടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ടിനിടയിൽ നിൽക്കുമ്പോൾ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ ദ കംപ്ലീറ്റ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കാരണവശാലും മുടക്കരുത്, അത് നിർബന്ധമായും കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ്.
ആരാണോ പണം വീട്ടിൽ സമ്പാദിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആ വ്യക്തിക്കെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ടിനുള്ള ഒരു ടേം ഇൻഷുറൻസ് നമ്മൾ എടുക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചു പോവുകയാണെങ്കിൽ ഈ പ്രീമിയം അല്ലെങ്കിൽ ഈ കടം മുഴുവൻ തിരിച്ചടക്കേണ്ട ബാധ്യത കുടുംബത്തിലേക്ക് വരും. ഒരു കാരണവശാലും അതിനനുവദിക്കാതിരിക്കുക. ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ കടം ഏകദേശം തീർന്നു വന്നു എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആ സമയം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു എമർജൻസി നമ്മുടെ ഫാമിലിയിൽ വരികയാണെങ്കിൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഫണ്ട്, അതൊരു 6 മാസത്തെ നമ്മുടെ ചിലവ് എന്താണോ ആ ചിലവാണ് സാധാരണയായിട്ട് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കാണേണ്ടത്. കുറച്ച് കാലം എടുക്കുമായിരിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മുഖാന്തരം വരുമാനമില്ലാത്ത ഒരവസ്ഥയൊക്കെ വരുമ്പോൾ വീണ്ടും കടത്തിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കടം തീരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കൊണ്ടുവരിക എന്നുള്ളത്. ഓരോ മാസവും കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം സംഖ്യ SIP എന്ന കണക്കിൽ നമ്മൾ കോമ്പൗണ്ടിങ് വരുമാനം കിട്ടുന്ന ലൈക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഏതെങ്കിലും ഒരു മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ഫ്യൂച്ചറിൽ കടം വരാതിരിക്കാനുള്ള ഒരു കാരണമാവാം. ഇനി ഏറ്റവും പ്രധാനം, നമുക്കൊരു കടം നമ്മൾ ഉണ്ടായിരുന്നു, ആ കടം കഴിഞ്ഞു, കടങ്ങൾ മുഴുവൻ തീർത്ത് സമാധാനമായി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അടുത്ത കടത്തിനെ പറ്റി ചിന്തിക്കരുത്. കാരണം കടം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന കാശ് മാത്രമല്ല, തിരിച്ചടവ് അതിനേക്കാൾ ഒരുപാടേറെ ഉണ്ട് എന്നതിനാൽ നമ്മളെ ധനികനാവുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഡിജിറ്റലി കാണുന്ന കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ലോണ് കടമായിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ടാവും. ഒരു കാരണവശാലും അതുപോലെയുള്ള സ്കീമുകളിൽ പോയി പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വലിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ, അതായത് ഒരുപാട് സമയം എടുക്കാതെ തന്നെ നിലവിലുള്ള കടങ്ങളൊക്കെ തീർത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നതാണ്.